നിർണായകമായ ഒരു നീക്കമാണ് ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി എൻഐക്ക് തോന്നിയ ഒരു സംശയം, ആ സംശയത്തിന്റെ പുറത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക്, രാജ്യത്തെ തീവ്രവാദത്തെ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിലേക്ക് ഒരു ശൃംഖല തന്നെ പ്രവർത്തിച്ചു. അത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയെ കേന്ദ്രീകരിച്ചാണ് ആ ഒരു ശൃംഖല പ്രവർത്തിച്ചത്. ആ ഒരു ശൃംഖല എൻഐയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ കേന്ദ്രീകരിച്ചാണ് തീവ്രവാദത്തിന്റെ ഒരു ഹബ്ബായി പ്രവർത്തിച്ചത്. അതിലിപ്പോൾ എൻഐ പറയുന്നത് ആ ഒരു തീവ്രവാദ ശൃംഖല, അതായത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ പ്രവർത്തിച്ചത് ഒരു ഓൺലൈൻ ഭീകര സംഘത്തെയാണ് ഇപ്പോൾ എൻഐയെ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് എൻഐ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 50-നടുത്തുള്ള ആളുകൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻഐ പറയുന്നത്. ഇവർ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഒരു റൂം എടുത്തിട്ടാണ് ഇവർ ഓൺലൈനായിട്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവർ നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിലടക്കം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുക, തീവ്രവാദത്തെ, അതായത് രാജ്യത്തിനെതിരെ, ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ഈ ജെൻസി കുട്ടികളുടെയൊക്കെ മനസ്സ് മാറ്റുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ, എഴുത്തുകൾ, വീഡിയോസുകൾ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് വലിയ രീതിയിൽ കുട്ടികളെ അല്ലെങ്കിൽ യുവജനങ്ങളെ തീവ്രവാദത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുക എന്നതിൻ്റെ ഒരു ഓൺലൈൻ ശൃംഖലയാണ് ആന്ധ്രാപ്രദേശിൽ പ്രവർത്തിച്ചതെന്നാണ് എൻഐ പറയുന്നത്. എൻഐ നടത്തിയ പരിശോധനയിൽ ഇതുവരെ 12 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 6 സംസ്ഥാനങ്ങളിലേക്ക് എൻഐ സംഘം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ മാർച്ച് 12-ന് വിജയവാഡയിൽ 23-കാരനായ മുഹമ്മദ് റഹ്മത്തുള്ള ഷരീഫ് എന്ന വ്യക്തിയെ ആന്ധ്രാപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കേസിന്റെ നിർണായകമായ ഒരു തുടക്കം തന്നെ ആരംഭിച്ചത്. ആന്ധ്രാപ്രദേശ് പോലീസിന് തോന്നിയ ചില സംശയങ്ങൾ അത് അവർ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഫോർവേഡ് ചെയ്യുകയായിരുന്നു. ആ തുമ്പ് കിട്ടിയതിന് അടിസ്ഥാനത്തിലാണ് എൻഐഎ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ഓരോ വിവരങ്ങൾ പുറത്തു വന്നത്. കേസിലെ ഗൗരവം കണക്കിലെടുത്ത് കഴിഞ്ഞ മാസം അവസാനം തന്നെ എൻഐഎ അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. അന്വേഷണത്തിൽ ആന്ധ്രാപ്രദേശിന് പുറമെ മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ തെലങ്കാന, ദില്ലി, ബീഹാർ, പശ്ചിമ ബംഗാൾ, കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും ഈ ഓൺലൈൻ ഭീകര സംഘടന അല്ലെങ്കിൽ ഓൺലൈൻ ഭീകര വ്യാപാരം നീളുന്നുവെന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങൾ ആണ് ഇപ്പോൾ എൻഐഎ കണ്ടെത്തിയിരിക്കുന്നത്. 12 പ്രതികളെയാണ് എൻഐഎ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തത്. ഇനിയും പ്രതികൾ അറസ്റ്റ് ചെയ്യാൻ ഉണ്ട് എന്നാണ് എൻഐഎ പറയുന്നത്. ഒരാൾ വിദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഹാൻഡലർ ആണെന്നാണ് എൻഐഎയുടെ കണ്ടെത്തൽ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് ആപ്പുകൾ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടാതെ ടെലിഗ്രാം അക്കൗണ്ട് വഴി യുവാക്കളെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ എന്നീ നിരോധിത സംഘടനയുമായി ബന്ധമുണ്ട് എന്നാണ് എൻഐഎ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ശൃംഖലകളെ കണ്ടെത്താൻ എൻഐഎ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ ബോംബ് സ്ഫോടനവും ചാവേർ ആക്രമണവുമാണ് സംഘം ലക്ഷ്യമിട്ടത്. അതായത് നമുക്കറിയാം, ഈ പഞ്ചാബിൽ തന്നെ അടിക്കടി BSFന്റെ ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സേനയുടെ ആസ്ഥാനത്തോട് അടക്കം അവരുടെയൊക്കെ അടക്കം ചെറിയൊരു ബോംബ് സ്ഫോടനം ഉണ്ടായത് നമ്മൾ അതീവ ശ്രദ്ധയോടെ തന്നെ കേട്ടതാണ്. കൂടാതെ ഡൽഹിയിലും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലും അടക്കം, ഗുജറാത്തിലും അടക്കം, UPയിലടക്കം ഒരു വലിയൊരു ബോംബ് സ്ഫോടനം നടത്താനായിട്ട്, ഒരു ചാവേർ ആക്രമണം നടത്താനായിട്ട് ഈ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ തോയ്ബയുടെയും ഒരു സംഘടന, അവരുടെ ഒരു സംഘടന ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ BJPയുടെ ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്തും അടക്കം ഡൽഹിയിലെ മെട്രോ, റെയിൽവേ സ്റ്റേഷൻ, ഹോസ്പിറ്റൽ അങ്ങനെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ അതോടൊപ്പം തന്നെ NSTയുടെയും അടക്കം അതീവ സുരക്ഷാ വലയത്തിലാണ്. ഏത് സമയത്തും എന്തും ഒരു ചാവേർ സ്ഫോടനം ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ബോംബ് ആക്രമണം ഉണ്ടാകാം എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഓരോ മാസവും ഒരു 10-20 തീവ്രവാദികളെങ്കിലും അല്ലെങ്കിൽ ISമായി ബന്ധപ്പെട്ട ISന് ജോലി ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ISന്റെ നിർദ്ദേശമനുസരണം പ്രവർത്തിക്കുന്ന കുറെ തീവ്രവാദ ടീമുകളെ പിടികൂടുന്നുണ്ട്. അതായത് രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് IBയും അതോടൊപ്പം തന്നെ NIAയും പറയുന്നത്. അത് കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലടക്കം, അതായത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിലടക്കം സ്ലീപ്പർ സെല്ലുകൾ വലിയ രീതിയിൽ തന്നെ കേരളത്തിലടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് രാജ്യത്തുടനീളം അവർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഈ ഇസ്ലാമിക് സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഭാരതത്തിൽ 2047ഓടെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നത് മാത്രമല്ല, ഡൽഹിയെ
അവർക്കൊരു പുതിയൊരു ഇസ്ലാമാബാദ് ആക്കി മാറ്റുക എന്നതും കൂടിയാണ് ഈ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ, അതായത് കഴിഞ്ഞ വർഷം പകുതിയോടുകൂടിയാണ് ഡൽഹിയിൽ ഈ ISIയുടെ നിർദ്ദേശപ്രകാരം പ്രധാന സ്ഥലങ്ങളടക്കം ഒളിക്യാമറ ഫിറ്റ് ചെയ്യുകയും അവിടുത്തെ പ്രധാനപ്പെട്ട വിഷ്വൽ അടക്കം ISIയിലേക്ക് ചോർത്തിയെടുക്കുകയും ചെയ്തു. അത് ഡൽഹി പോലീസ് സംശയാസ്പദമായ ഒരു വ്യക്തിയെ, അതായത് ഒരു ജൻസിയെ പിടികൂടിയതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലാണ് നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലടക്കം ഈ നിരീക്ഷണ ക്യാമറകൾ അല്ലെങ്കിൽ ഒളിക്യാമറകൾ ISന്റെ നേതൃത്വത്തിൽ ഫിറ്റ് ചെയ്തതെന്ന് കണ്ടെത്തിയിരുന്നു. അങ്ങനെ പലതരത്തിലുമുള്ള ഒരു നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ രഹസ്യാന്വേഷണ വിഭാഗവും നടക്കുകയാണ്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനെ നമ്മൾ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ തിരിച്ച് പാകിസ്ഥാൻ ലോകരാജ്യങ്ങളടക്കം ചെന്ന് പറഞ്ഞത് നമ്മൾ ഇന്ത്യയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതിന്റെ തെളിവ് എവിടെ എന്നൊക്കെ ലോകരാജ്യങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ നാണം കെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഭാരതത്തെ ഒരു ആക്രമണം നടത്തുക, അല്ലെങ്കിൽ ഭാരതത്തിൽ ഒരു ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങൾ വരുത്തുക എന്നതിന്റെ ഒരു നീക്കമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പക്ഷേ അവർ ഓരോ തരത്തിലുമുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴും ഇന്ത്യ അത് വ്യക്തമായി തന്നെ അത് പൊളിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് ജമ്മു കാശ്മീർ വഴി വലിയ രീതിയിൽ അവിടുത്തെ തീവ്രവാദികളെ നുഴഞ്ഞുകയറ്റാൻ ആ ഒരു ശൃംഖല ഒരുക്കുന്നതിൽ വലിയ രീതിയിൽ അവർ പരാജയപ്പെടുന്നുണ്ട്. കൂടാതെ ജമ്മു കാശ്മീർ അടക്കം പാകിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കാൻ ഇപ്പോൾ ആരും വരുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ആരെങ്കിലും പാകിസ്ഥാനെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ തീവ്രവാദിയോ സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടുകളടക്കം തകർത്ത് തരിപ്പണമാക്കും. ബുൾഡോസർ കൊണ്ട് അവരുടെ വീടുകൾ ഇടിച്ചു തകർക്കും, അല്ലെങ്കിൽ ബോംബ് കൊണ്ട് അവരുടെ വീടുകൾ ഇടിച്ചു തകർക്കുമെന്ന് ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യവും കർശനമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കണ്ടതാണ്. അവിടെ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് അവിടുത്തെ ജമ്മു കാശ്മീരിലെ 2-3 പേർ ഒരു സഹായം ചെയ്ത് കൊടുത്തപ്പോൾ അവരുടെ വീടുകളടക്കം ബോംബിട്ട് ഇന്ത്യൻ സൈന്യം തകർത്ത ഒരു വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു ഇന്ത്യൻ സൈന്യം, അതായത് കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ ആരും തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനോ തീവ്രവാദികൾക്ക് സഹായം ചെയ്യാനോ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീരിൽ നിന്ന് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ജെയ്ഷെ മുഹമ്മദ് വനിതകളെ ഇറക്കി അവരെ വശീകരിക്കാനുള്ള, അതായത് ഈ ആണുങ്ങളെ വശീകരിക്കാനുള്ള ഒരു പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വിജയിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് ആന്ധ്രാപ്രദേശും ഡൽഹി, ജയ്പൂർ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ ഭീകര ശൃംഖല തന്നെ നടത്താനായിട്ട് നോക്കിയതും അത് പോലീസിന് ലഭിച്ച, അതായത് ATSന് ലഭിച്ച ഒരു തെളിവ്, ചെറിയൊരു തുമ്പിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് NIA തന്നെ ഈ ഭീകര ശൃംഖലകളെ മൊത്തത്തിൽ തകർത്ത് തരിപ്പണമാക്കിയത്.